പി വി കുട്ടൻ കൂടി ചേരുന്നുണ്ട് നിലമ്പൂരിൽ നിന്നും. കുട്ടൻ, ഗുഡ് മോർണിംഗ്. വിനിഷ, ഗുഡ് മോർണിംഗ്. ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടുണ്ട്, അൻവർ വിരുദ്ധ വികാരമുണ്ടായിട്ടുണ്ട്, ഷൗക്കത്ത് വിരുദ്ധ വികാരമുണ്ടായിട്ടുണ്ട് എന്നൊക്കെ നിലമ്പൂർ സംസാരിക്കുന്നുണ്ട്. അപ്പോഴൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെ സ്വരാജ് വിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല. ഒരാൾ പോലും പറഞ്ഞു കേട്ടിട്ടില്ല. അത്രയ്ക്ക് സർവ്വസമ്മതനായിരുന്നു സ്വരാജ്. LDF കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ് എം സ്വരാജിനെ അവിടെ പ്രഖ്യാപിക്കുമ്പോൾ നിലമ്പൂർ ജനത അന്ന് വിജയാഹ്ലാദം മുഴക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത്രയ്ക്ക് രാഷ്ട്രീയത്തിന് അതീതമായി സർവ്വസമ്മതനായ ഒരു കാൻഡിഡേറ്റായി എം സ്വരാജ് അവിടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ എത്തി എന്നുള്ളത് തന്നെയാണ് LDFന്റെ ആത്മവിശ്വാസത്തിന്റെ ഫസ്റ്റ് ഘടകം എന്ന് പറയുന്നത്. വിനിഷ, കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നമ്മൾ UDFന്റെ നേതാക്കൾ സംസാരിക്കുമ്പോൾ പോലും അവർ പറയുന്നൊരു കാര്യം എം സ്വരാജിനെ കുറിച്ച് തന്നെയാണ്. എം സ്വരാജ് എന്നുള്ളത് ഇവിടെ മണ്ഡലത്തിലാകെ കേരളത്തിലാകെ സ്വീകാര്യനാണ്. പ്രത്യേകിച്ച് നിലമ്പൂർ മണ്ഡലത്തിൽ LDFനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്നുള്ളത് സ്ഥാനാർത്ഥിയെപ്പറ്റി ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ആർക്കും ഇല്ല എന്നുള്ളതാണ്. രാഷ്ട്രീയ മത്സരം നടക്കുന്നു, രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ പോലും ഒരു തരത്തിലുള്ള ഒരു നെഗറ്റീവ് കമൻസ് പോലും എം സ്വരാജിനെ പറ്റിയില്ല. അപ്പോൾ അതുതന്നെയാണ് LDFിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. കാരണം ഇതൊരു പൊളിറ്റിക്കൽ മണ്ഡലമാണ്, വലിയ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് നിലമ്പൂരിൽ നടക്കുന്നത്. ആ ഘട്ടത്തിലും LDFിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ എം സ്വരാജിനെ പ്രഖ്യാപിച്ച ആ ഘട്ടം മുതൽ നമ്മൾ നേരിട്ട് കാണുന്നതാണ്. ഈ നിലമ്പൂർ ആകെ ഇളകി മറിഞ്ഞുകൊണ്ടാണ്, വലിയ ആവേശത്തോടു കൂടിയാണ് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ വരവേറ്റത്. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നിലമ്പൂർ നഗരത്തിൽ വലിയ പ്രകടനം നടക്കുന്നു. അതിനുശേഷം ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആയിരങ്ങളൊക്കെ പങ്കെടുത്തുകൊണ്ട് നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ കാണുന്ന പോലെ പടുകൂറ്റൻ റാലികളായിരുന്നു സ്വരാജിനെ വരവേറ്റുകൊണ്ടുള്ള റാലികൾ. പിന്നെ സ്വരാജ് ഇവിടെ എത്തുന്ന ഒരു മാസ് എൻട്രിയിലൂടെയായിരുന്നു സ്വരാജ് നിലമ്പൂരേക്ക് എത്തിയത്. അദ്ദേഹം നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ ഘട്ടത്തിൽ നമ്മൾ അന്ന് വലിയ രീതിയിൽ ദൃശ്യങ്ങൾ കണ്ടതാണ്. ആയിരങ്ങളാണ് സ്വരാജിനെ വരവേൽക്കുന്നതിന് വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. അത്തരത്തിൽ ആ ഒരു ഓളം ഇതുവരെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടം മുഴുവൻ സ്വരാജിൻ്റെ ഈ പ്രചാരണ രംഗത്തൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഓരോ ദിവസവും അദ്ദേഹം ഈ സംസാരിക്കുമ്പോഴൊക്കെ രാവിലെ എല്ലാ ദിവസവും അദ്ദേഹം മാധ്യമങ്ങളെ കാണും. ആ സമയത്തൊക്കെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടുകൾ വളരെ ക്ലാരിറ്റിയുള്ള, വളരെ സുവ്യക്തമായ നിലപാടുകൾ പറയുന്നു. അവിടെ തന്നെ യുവജനങ്ങൾ വലിയ തോതിൽ സ്വരാജിൽ ആകൃഷ്ടരാകുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പോളിംഗ് ബൂത്തിലെത്തുന്ന യുവാക്കളും യുവതികളുമൊക്കെ മാധ്യമങ്ങൾക്ക് നൽകിയ ഇൻ്റർവ്യൂവിനകത്തൊക്കെ ബൈറ്റുകൾക്കകത്തൊക്കെ നമ്മൾ കേട്ടതാണ്. കാരണം അവർക്ക് വലിയ പലർക്കും രാഷ്ട്രീയ ബോധ്യമൊന്നുമില്ലെങ്കിൽ പോലും അവർ പറയുന്നൊരു പേര് സ്വരാജിന് വോട്ട് നൽകും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾപ്പെട്ടവരുൾപ്പെടെ ഈ സ്വരാജിൻ്റെ കൂടെ പഠിച്ചവർ, അതോടൊപ്പം തന്നെ സ്വരാജിൻ്റെ കാലഘട്ടത്തിൽ പഠിച്ചവരൊക്കെ അവർ വിദേശ രാജ്യങ്ങളൊക്കെ നിന്നുകൊണ്ട് സ്വന്തം വീടുകളിലേക്ക് വിളിച്ച് അച്ഛനോടും അമ്മയോടുമൊക്കെ ഇത്തവണ അത് ലീഗുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ ഉണ്ട്, പക്ഷേ ആ വീടുകളിലേക്ക് വിളിച്ചുകൊണ്ട് ഇത്തവണ ഒരു വോട്ട് സ്വരാജിന് നൽകണം എന്ന രീതിയിലൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ LDFിൻ്റെ സുശക്തമായ സംഘടനാ സംവിധാനം, വലിയ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ, PB അംഗം A വിജയരാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വിജയരാഘവൻ ഒക്കെ മാസങ്ങളോളം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ചത്. ഏറ്റവും താഴെത്തട്ടിലുള്ള സംഘടനാ സംവിധാനം പോലും വളരെ വിപുലമായി ചലിപ്പിച്ചുകൊണ്ടുള്ള LDFിൻ്റെ ഏറ്റവും മികച്ച രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിരുന്നു നിലമ്പൂരിൽ നടന്നത്. ഇതൊക്കെ LDFിന് അനുകൂലമാകും എന്നുള്ളതാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. വിനിഷ, കുട്ടൻ, മറ്റൊരു കാര്യം അവിടെ പ്രധാനമായും നേരത്തെ കുട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് 5000-ൽ കവിഞ്ഞു വരുന്ന പുതുതലമുറ വോട്ടുകളാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗധേയമാകാൻ പോകുന്നത്, നിർണായകമാകാൻ പോകുന്നത്, ഇതിൻ്റെ വിധി നിർണ്ണയിക്കാൻ പോകുന്നത് ഈ പുതുതലമുറ വോട്ടുകൾ തന്നെയാണ്. ആ പുതുതലമുറ വോട്ടുകളുടെ സ്വിംഗ് എങ്ങോട്ടാണ്, ആ വോട്ട് സ്വിംഗ് എങ്ങോട്ടാണ് എന്ന് തന്നെയാണ് നിലമ്പൂരിൽ ആര് ജയിക്കും എന്ന് തെളിയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ യൂത്തുകളുടെ അല്ലെങ്കിൽ യുവജനതയുടെ പോളിംഗ് ശതമാനം ഉയർന്നതും അത് തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കാൻ എം സ്വരാജിന് കഴിയുന്നുണ്ട്, ഇടതുപക്ഷ മുന്നണിക്ക് കഴിയുന്നുണ്ട്. അത്രത്തോളം പ്രാധാന്യം അല്ലെങ്കിൽ അത്രത്തോളം സ്വീകാര്യത ജനമനസ്സുകളിൽ, പ്രത്യേകിച്ച് യുവജനങ്ങളിൽ ഇപ്പോൾ വളർന്നു വരുന്ന, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ആദ്യമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയ യുവാക്കളിലേക്ക് നിലമ്പൂരിൻ്റെ ഒരു സ്വാധീനം എന്ന നിലയ്ക്ക് എം സ്വരാജിൻ്റെ സാന്നിധ്യം അത് ഫലവത്താക്കാൻ LDF മുന്നണിക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. കാരണം ആ ഒരു സ്വരാജിന് ആയുള്ള
ജയ് വിളികൾ, മുദ്രാവാക്യം വിളികൾ, സ്വരാജിന് വേണ്ടി രംഗത്തിറങ്ങിയ യുവജനതയുടെ എണ്ണം എന്ന് പറയുന്നത് എണ്ണിയാൽ ഒടുങ്ങാത്തത് തന്നെയാണ്. അത് പ്രചാരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലായാലും കലാശക്കൊട്ടിൻ്റെ അവസാന സമയങ്ങളിലായാലും നമ്മൾ കണ്ടതാണ്. അത്രത്തോളം യുവാക്കളാണ് യു ഡി എഫിനെതിരായി അവിടെ വിരുദ്ധ വികാരം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് എം സ്വരാജിന് വേണ്ടി അവിടെ രംഗത്തെത്തിയത്. അത് രാഷ്ട്രീയത്തിന് അതീതമായി കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, CPM-കാർ മാത്രമല്ല, UDF നിന്നുള്ള ആളുകൾ വരെ നിലമ്പൂരിൽ എം സ്വരാജിന് വേണ്ടി പ്രചാരണ പണിയെടുക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. വിനിഷ, 7000-ത്തിലധികം പുതിയ വോട്ടർമാരുണ്ട്. അവരിൽ നമ്മൾ പോളിംഗ് ബൂത്തിലായാലും മറ്റ് പ്രചാരണ ഘട്ടങ്ങളിലൊക്കെ ഈ യുവജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് വെച്ചാൽ എം സ്വരാജിനെ പോലൊരു നേതാവ്, കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംസ്ഥാനമെമ്പാടും അറിയപ്പെടുന്ന ഒരു നിലമ്പൂരുകാരൻ, CPM-ന്റെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ സംസ്ഥാന സെക്രട്ടറിയായിട്ട് തന്നെ ഈ ചെറിയ പ്രായത്തിൽ എത്തിയ നേതാവെന്ന നിലയിൽ എം സ്വരാജ് വലിയൊരു ഭാവിയുള്ളൊരു യുവജന നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ വിജയിപ്പിക്കണം. വിജയിപ്പിക്കേണ്ടത് നിലമ്പൂരിലെ യുവജനങ്ങളുടെ കൂടെ കടമയാണ്, വിദ്യാർത്ഥികളുടെ കടമയാണ് എന്ന് പലരും പല ഘട്ടത്തിലും നമ്മളോടൊക്കെ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്വരാജിൽ അവർക്ക് ആകൃഷ്ടരാകുന്ന അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹത്തിൻ്റെ പ്രസംഗം, നിയമസഭയിലെ പെർഫോമൻസ്, അതോടൊപ്പം തന്നെ MLA എന്ന നിലയിൽ നേരത്തെ തൃപ്പൂണിത്തുറ MLA എന്ന ഘട്ടത്തിൽ അവിടെ നടത്തിയ ഇടപെടലുകൾ, ഇവിടെ നിലമ്പൂരിൽ ഈ കവളപ്പാറ ഉൾപ്പെടെയുള്ള ദുരന്ത ഘട്ടങ്ങളിൽ എറണാകുളത്തു നിന്ന് ഇവിടെ ഓടി വന്ന് ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഒരു മികവ്, അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ 10-24 ദിവസം നീണ്ടുനിന്ന പ്രചാരണ ഘട്ടത്തിൽ ഒരു തവണ പോലും എതിർ രാഷ്ട്രീയ കക്ഷിയെ അല്ലെങ്കിൽ UDF-ന്റെ നേതാക്കളെ, BJP-യുടെ നേതാക്കളെ ഒരു വാക്കുകൊണ്ട് പോലും അദ്ദേഹം അത്തരമൊരു പ്രതികരണം നടത്തിയിട്ട എന്നുള്ളതാണ്. വളരെ മാന്യമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം. അദ്ദേഹത്തിൻ്റെ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വൈറലായി ഓടുന്ന ഘട്ടത്തിൽ അതൊക്കെയാണ് പുതിയ തലമുറ, അതൊക്കെയാണ് കണ്ടിട്ടാണ് അവർ പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും സംസ്ഥാനമെമ്പാടും അറിയപ്പെടുന്ന ഒരു നേതാവെന്ന നിലയിൽ സ്വരാജ് ജയിക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ്. ആ ഒരു വികാരം പൊതുവിൽ പുതിയ വോട്ടർമാർക്കിടയിൽ, യുവജനങ്ങൾക്കിടയിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട് വിനിഷ. അത് ഈ വോട്ടിങ്ങിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് LDF-ൻ്റെ ഒരു ആത്മവിശ്വാസം. അത് പ്രതിഫലിച്ചെങ്കിൽ സ്വാഭാവികമായും എം സ്വരാജ് വിജയിക്കും. പക്ഷെ നമുക്കറിയാം നിലമ്പൂരിൽ ടൈറ്റ് മത്സരമാണ്. 4 സ്ഥാനാർത്ഥികൾ LDF, UDF, BJP, അതോടൊപ്പം തന്നെ PV അൻവർ ഉൾപ്പെടെയുള്ള 4 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. കടുത്ത മത്സരം തന്നെയാണ് നടക്കുന്നത്. പോളിംഗ് ശതമാനം ഒരു ബൈ ഇലക്ഷൻ നേരത്തെയൊക്കെ പോളിംഗ് ശതമാനം കുറയും എന്നാണ് പ്രതീക്ഷിച്ചെങ്കിൽ പോലും കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിന് തൊട്ട് താഴെ ആ പോളിംഗ് ശതമാനം എത്തി എന്നുള്ളതൊക്കെ ഒരു ഫാക്ടറാണ്. ഏതായാലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് എടുത്തൊരു റിസൾട്ട് അറിയാൻ വേണ്ടി സാധിക്കും. നേരത്തെ സ്വാലിഹ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ വോട്ടെണ്ണുന്ന ഒരു പാറ്റേണൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം വഴിക്കടവ് പഞ്ചായത്തിലെ 1 മുതൽ 46 വരെയുള്ള ബൂത്തുകളിലാണ് വോട്ടെണ്ണുന്നത്. അതിനുശേഷം മൂത്തേടത്ത് 47 മുതൽ 70 വരെ ബൂത്തുകൾ മൂത്തേടത്താണ്. എടക്കരയിൽ 71, 97, പോത്തുകല്ലിൽ 98 മുതൽ 126 വരെയുള്ള ബൂത്തുകൾ, ചുങ്കത്തറയിൽ 127 മുതൽ 161 വരെയുള്ള ബൂത്തുകൾ. പിന്നീട് നിലമ്പൂർ നഗരസഭയിലാണ് നഗരസഭയിലെ ബൂത്തുകളാണ് എണ്ണുക. അവിടെ 162 മുതൽ 209 വരെയുള്ള ബൂത്തുകളാണ്. അതിനുശേഷം കരുളായി 210 മുതൽ 228 വരെയാണ്. പിന്നീട് അമരമ്പലം 229 മുതൽ 263 വരെയാണ്. ഇതിനകത്ത് ഈ വഴിക്കടവ് പഞ്ചായത്ത് നമുക്ക് അറിയുന്നത് പോലെ തന്നെ UDF-ൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. UDF വലിയ പ്രതീക്ഷ വെച്ച് കൊടുത്തൊരു കേന്ദ്രമാണ് വഴിക്കടവ് പഞ്ചായത്ത്. അവിടെ ഒരു 2000 വോട്ട് വരെ ലീഡ് ഉണ്ടാകും എന്നുള്ളതാണ് UDF കേന്ദ്രങ്ങളുടെ ഒരു പ്രതീക്ഷ. അതുപോലെ മൂത്തേടവും UDF-ൻ്റെ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ്. എടക്കരയിൽ നെക്കാനെക്ക് മത്സരമായിരിക്കും എന്നുള്ളതാണ്. ഒരു ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും. പോത്തുകല്ലിലും ഏതാണ്ട് LDF ചെറിയൊരു ലീഡ് നേടിയേക്കാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ചുങ്കത്തറയിലും LDF ചെറിയൊരു ലീഡ് നേടും എന്നുള്ളതാണ്. നിലമ്പൂർ നഗരസഭയിൽ LDF നല്ല സ്വാധീനമുള്ള പ്രദേശമാണ്. അവിടെ LDF ലീഡ് നേടും. അതോടൊപ്പം തന്നെ കരുളായിലും LDF-നായിരിക്കും ലീഡ് എന്നുള്ളതാണ് LDF കേന്ദ്രങ്ങളുടെ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അമരമ്പലത്ത് LDF-ന് നല്ല സ്വാധീനമുള്ളൊരു, അതായത് വഴിക്കടവിൽ എങ്ങനെയാണോ UDF, അതേപോലെയാണ് അമരമ്പലത്ത് LDF-ൻ്റെ സ്വാധീനം. അപ്പോൾ അങ്ങനെ ഒരു ടൈറ്റ് മത്സരമായിരിക്കും വിനിഷ. ഏതായാലും ഓരോ ഈ വോട്ടെണ്ണൽ, അതായത് നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ പ്രചാരണ രംഗത്ത് കണ്ട ഒരു ഉദ്യോഗം, ഒരു ആവേശമൊക്കെ ഈ വോട്ടെണ്ണൽ സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം ആർക്കാണ് ജയം എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയായിരിക്കും. കാരണം വെച്ചാൽ നല്ല കനത്ത മത്സരവും കനത്ത ഈ വോട്ടെണ്ണലിൻ്റെ നിമിഷങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ആകാംക്ഷ നിറഞ്ഞതായിരിക്കും വിനിഷ.
വഴിക്കടവ് ആർക്ക് വഴികാട്ടും, അമരമ്പലത്തിന്റെ അമരത്താര് വരും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നേരത്തെ കുട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വഴിക്കടവും അമരമ്പലവുമായിരിക്കും ഇതിൽ പ്രധാനമാകുക. അവിടെ രണ്ട് സാധ്യതകൾ, യു ഡി എഫിന് സാധ്യത പറയുന്നുണ്ട് വഴിക്കടവിൽ, എൽ ഡി എഫിന് സാധ്യത പറയുന്നുണ്ട് അമരമ്പലത്ത്. അപ്പോൾ വഴിക്കടവ് ആർക്ക് വഴികാട്ടും, അമരത്ത് ആര് വരും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം.